പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോനാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നാം ചിന്തിക്കാൻ തുടങ്ങുന്നത്. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 2 അധ്യായത്തിലെ വളരെ ഗൗരവമേറിയ ചില വസ്തുതകൾ നാം മനസ്സിലാക്കി, നാം ചിന്തിച്ചു, നാം ധ്യാനിച്ചു. 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതുപോലെ വിലപ്പെട്ട ചില പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിന്
4 അധ്യായമാണുള്ളത്. 4 അധ്യായവും ഓരോ രത്നഖനിയാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ പോകുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്നു ചേരാവുന്ന ചില പ്രതിസന്ധികളും അതുമൂലം അവൻ്റെ ജീവിതത്തിൽ വരുന്നതായ ചില പ്രശ്നങ്ങളും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോനാ പ്രവാചകൻ്റെ ജീവിതത്തിൽ കൂടെയും പ്രവർത്തനത്തിൽ കൂടെയും നമുക്ക് കാണിച്ചു തരികയാണ്. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യോന കരയ്ക്കെത്തി. മത്സ്യം യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു. നിനവേ തീരത്തേക്ക് യോനായെ വഹിച്ചുകൊണ്ട് 5000-ലേറെ മൈൽ മത്സ്യം സഞ്ചരിച്ച് 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് യോനാ പ്രവാചകൻ അയ്യം വിളിച്ച് പ്രാർത്ഥിച്ച് അങ്ങ് നിനവേ തീരത്ത് യോനായെ ഛർദ്ദിച്ചു വെച്ചതിന് ശേഷം പിന്നീടുണ്ടായ ചില കാര്യങ്ങളാണ് 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ: യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്കുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. നീ പുറപ്പെടുക, മഹാനഗരമായ നിനവയിലേക്ക് നീ ചെല്ലുക, ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. കാര്യമായ കേടുപറ്റിയിട്ടാണ് യോന ഇപ്പോൾ ആ കടൽ തീരത്ത് ചെന്ന് അടിഞ്ഞിരിക്കുന്നത്. കാര്യമായ കേടുപറ്റി. മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നു എന്ന് പറയുമ്പോൾ എന്തെല്ലാം കെടുതികളാണ് സംഭവിക്കാവുന്നത്? യോനായുടെ രൂപം എന്തായിരിക്കും? യോനായുടെ ശരീരത്തിൻ്റെ പ്രകൃതി എന്തായിരിക്കും? യോനായുടെ മനസ്സിൻ്റെ സ്ഥിതി എന്തായിരിക്കും? എല്ലാം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാലുണ്ട്, യോനാ പ്രവാചകൻ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചതുകൊണ്ടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചതുകൊണ്ടും പുതിയ സമർപ്പണം എടുത്തതുകൊണ്ടും പുതിയ തീരുമാനത്തിലേക്ക് വന്നതുകൊണ്ടും യാതൊരു കേടും സംഭവിക്കാതെ യോനാ പ്രവാചകൻ കരയ്ക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങോട്ട് ദൈവം ആദ്യം നിയോഗിച്ചുവോ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുവാൻ, ആ നിയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അതിൽ നിന്ന് ഒഴിവായി കിട്ടുവാൻ യോനാ പ്രവാചകൻ പരിശ്രമിച്ചെങ്കിലും ദൈവം സാഹചര്യങ്ങൾ കൂടെ യോനായെ അങ്ങോട്ട് എത്തിക്കുകയാണ്. മനുഷ്യൻ സ്വന്തം ഹിതപ്രകാരം ജീവിക്കുന്നവനാണ്, സ്വന്തം ഹിതപ്രകാരം പോകുന്നവനാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ സ്വർഗീയ പദ്ധതിയിൽ അവിടുന്ന് കരുണ ചെയ്ത് മനുഷ്യൻ്റെ വഴികളെ തിരിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വളരെ ഭാഗ്യകരമായൊരവസ്ഥയാണ്. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം വഴികൾ തേടുന്നവനാണ്. നാം ഓരോരുത്തരും സ്വന്തം താല്പര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് സ്വന്തം താല്പര്യങ്ങളുണ്ട്, സ്വന്തം ശരികളുണ്ട്, സ്വന്തം നീതിയുണ്ട്, സ്വന്തം ആത്മീയമുണ്ട്. അതനുസരിച്ചാണ് നാം പോകുന്നത്. എന്നാൽ നമ്മുടെ ഇഗോയെ തകർത്ത് നമ്മുടെ സ്വയത്തെ വെട്ടിക്കളഞ്ഞ് നമ്മിൽ വാസ്തവമായി ദൈവഹിതം നിറവേറ്റുന്നതിനായി ദൈവീക പദ്ധതിയിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരുന്ന അത്യത്ഭുതകരമായ ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് യോനായെ ആ തീരത്തെത്തിച്ചത്. നിനവേ തുറമുഖത്ത് യോനായെ എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ നയിക്കുന്ന വിധങ്ങൾ നാം അത്ഭുതത്തോടെ കാണുക. നാം തിരിഞ്ഞു നോക്കുമ്പോൾ, പഴയകാല ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങൾ കൂടിയാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത്, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നുപോയത്, എത്രയെത്ര കടമ്പകൾ നാം ചാടിക്കടന്നു, എത്രയെത്ര കുണ്ടും കുഴിയും നാം അതിജീവിച്ചു, നാം ഇവിടം വരെയും എത്തി. പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, രോഗങ്ങളിൽ, ആപത്തുകളിൽ, അപകടങ്ങളിൽ, അത്യനർത്ഥങ്ങളിൽ പലതിലും നാം കുടുങ്ങിപ്പോയവരാണ്. പാപങ്ങളിൽ കുടുങ്ങിയവരാണ്, ചില കൊള്ളരുതാത്ത ബന്ധങ്ങളിൽ കുടുങ്ങിയവരാണ്, അശുദ്ധമായ സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോയവരാണ്, പൈശാചികം ഒരുക്കിയതായ ഭീകരമായ കെണികളിൽപ്പെട്ട് ഉഴന്നുപോയവരാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം കൃപയാൽ നമ്മെ പൊക്കിയെടുത്ത് അവൻ നമ്മെ ഉദ്ധരിച്ച് അവൻ്റെ പദ്ധതിയിലേക്ക് നമ്മെ തിരിച്ച് നയിച്ച് കൊണ്ടുവന്ന് ചേർക്കുകയാണ്. അപ്പോഴാണ് നാം കാണുന്നത്, യോനയ്ക്ക് വീണ്ടും 2-ാം പ്രാവശ്യം അരുളപ്പാടുണ്ടായി. 1-ാം പ്രാവശ്യത്തെ അരുളപ്പാട് ഫലപ്രദമായില്ല, യോന അത് ഫലപ്രദമാക്കിയില്ല. എന്നാൽ ദൈവം നിരാശനായില്ല. ദൈവം ആഗ്രഹിച്ചത് യോനായിൽ നിവർത്തിക്കാൻ ദൈവം പരിശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. 2-ാം പ്രാവശ്യം അരുളപ്പാട് തരും ദൈവം. കഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകൾ മാറ്റി ഏതെല്ലാം തിന്മകൾ നമുക്ക് സംഭവിച്ചെങ്കിലും അതിൽ നിന്നെല്ലാം നമ്മെ കോരിയെടുത്ത്
നമുക്ക് ഒരു പുതുപാത തെളിയിച്ചു തരുവാൻ ദൈവം കരുണയോടെ നമ്മോട് ഇടപെടുകയാണ്. കഴിഞ്ഞ കാലത്ത് പാകപ്പിഴകൾ വന്നുപോയി, ശരിയാണ്. അനുസരണക്കേടുകൾ വന്നുപോയി, സത്യമാണ്. വഴി തെറ്റുകൾ വന്നുപോയി, ശരിയായ വഴിയിൽ നിന്നുള്ള വ്യതിചലനങ്ങൾ സംഭവിച്ചു പോയി. ദൈവത്തിൻ്റെ വഴികൾക്ക് വിരുദ്ധ ദിശയിലേക്ക് യാത്ര ചെയ്തു പോയി. എങ്കിലും ദൈവം നമ്മെ വെട്ടിക്കളഞ്ഞില്ല, ദൈവം നമ്മെ ഉപേക്ഷിച്ചില്ല. ദൈവം സ്നേഹമാണ്. പഴയ പുസ്തകങ്ങൾ വായിച്ചു പോകുമ്പോൾ ദൈവത്തെ സാധാരണ ആളുകൾ കാണുന്നത് ദൈവം ഒരു ക്രൂരനാണെന്നാണ്, ദൈവം കഠിനനാണെന്നാണ്, ദൈവം കരുണയില്ലാത്തവനാണെന്നാണ്, ദൈവം ഏതോ ഒരു ഉഗ്രമൂർത്തിയാണെന്നാണ്. എപ്പോഴും കോപിക്കുകയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന, മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം എന്തുണ്ടെന്ന് നോക്കി കണ്ടുപിടിച്ച മനുഷ്യനെ വളരെ കർക്കശമായി അവനെ ശിക്ഷിക്കുന്ന ഒരു ഭീകരമൂർത്തിയായിട്ടാണ് ദൈവത്തെ പഴയ നിയമപുസ്തകങ്ങളിൽ മനുഷ്യൻ കാണുന്നത്. ആഴത്തിൽ ഗൗരവമായി ചിന്തിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താണ് കാണിച്ചു തരുന്നത് എന്ന് ചിന്തിക്കാൻ മെനക്കെടാത്ത മനുഷ്യൻ അങ്ങനെയെല്ലാം ദൈവത്തെ വികലമായി കണ്ടുപോയിട്ടുണ്ട്. എന്നാൽ പഴയ നിയമപുസ്തകങ്ങളിൽ യോനായുടെ പുസ്തകത്തിൽ ഈ ദൈവത്തെ വളരെ കൃത്യമായി സ്നേഹനിധിയായി കാണിച്ചു തരികയാണ്. ദൈവം ക്രൂരനല്ല, ദൈവം കഠിനനല്ല, ദൈവം മനുഷ്യൻ്റെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്നവനാണ്. മനുഷ്യൻ്റെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന ദൈവം, ഞാൻ ബലഹീനനാണെന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, അവൻ്റെ പ്രകൃതി അറിയുന്നു, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, പൊടി എന്ന് അവൻ ഓർക്കുന്നു. നാം ഇത്രയേ ഉള്ളൂ എന്ന് ദൈവം അറിയുന്നു. ഇത്രയ്ക്കേ ഈ മകന് കഴിവുള്ളൂ എന്ന് ദൈവം മനസ്സിലാക്കുന്നു. ഇവൻ ഇത്രയ്ക്കേ പ്രാപ്തിയുള്ളൂ, ഇവൾക്ക് ഇത്രയ്ക്കേ പ്രാപ്തിയുള്ളൂ എന്ന് ദൈവം മനസ്സിലാക്കുന്നു. ദൈവം കരുണയോടെ നമ്മെ സമീപിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികൾക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൽ പറഞ്ഞു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്കുള്ളത്. നമുക്കുള്ള മഹാപുരോഹിതൻ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, സഹതാപമുള്ളവനാണ്. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ തിരുമുമ്പാകെ ചെല്ലാം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തെ സ്നേഹമായി കാണുകയാണ്. ദൈവം 2-ാം പ്രാവശ്യം അരുളപ്പാട് തരികയാണ്. അവൻ തെറ്റിപ്പോയല്ലോ, അവൻ അനുസരണക്കേട് കാണിച്ചല്ലോ, പോട്ടെ, ഇനി അവനെ വേണ്ട എന്നല്ല ദൈവം കരുതുന്നത്. ദൈവം സ്നേഹനിധിയാണ്, ദൈവം കാരുണ്യക്കടലാണ്. ദൈവം സ്നേഹമാകുന്ന തിരുവചനത്തിലുണ്ട്. പക്ഷേ നമ്മിൽ പലർക്കും ദൈവത്തെ ക്രൂരനായിട്ടാണ് ഇതുവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ തെറ്റെന്തുണ്ട് എന്ന് നോക്കുന്ന ഒരു ഉഗ്രമൂർത്തിയായിട്ടാണ് നിങ്ങൾ ദൈവത്തെ കാണുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടോ, തെറ്റുള്ളത് ഉടനെ ചൂണ്ടിക്കാണിച്ച് നിശ്ചിതമായി കർക്കശമായി ശാസിക്കുന്ന ഒരു ഭീകര രൂപമായിട്ടാണ് ദൈവത്തെ കാണുന്നത്. അല്ല പ്രിയരെ, നമുക്ക് വരാൻ പോകുന്ന നാശവും നഷ്ടവും എന്തായെന്ന് കാണുന്ന ദൈവം ആ അപകടത്തിലേക്ക് നാം പോകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്, അത്യനർത്ഥത്തിലേക്ക് നാം വീണു പോകരുത് എന്നും നാം വിട്ടുപോകരുതെന്നും ആഗ്രഹിക്കുന്നത് കൊണ്ട് കർത്താവ് നമ്മെ തടുക്കുകയാണ്. ദൈവം തൻ്റെ വചനം അയച്ച് നമ്മെ നേർപാതയിലൂടെ നയിക്കുകയാണ്. യോനാ പ്രവാചകന് 2-ാം പ്രാവശ്യം അരുളപ്പാടുണ്ടായി. നിയോഗം എന്താണ്? മഹാനഗരമായ നിനവയിലേക്ക് നീ പുറപ്പെട്ട് അവിടെ ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. വളരെ സ്പെസിഫിക്കായിട്ടാണ് ദൈവം പറയുന്നത്, വളരെ കൃത്യമായിട്ടാണ് ദൈവം പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം പ്രസംഗിക്കുക. നിൻ്റെ സ്വന്തമൊന്നും പറയണ്ട, നിൻ്റെ സ്വന്തത്തിൽ നിന്ന് പറയണ്ട, നിൻ്റെ സ്വന്തം ബുദ്ധിയിൽ നിന്നും പറയണ്ട, നിൻ്റെ വിചാരത്തിൽ നീ ഒന്നും പറയണ്ട, നിൻ്റെ പഠനത്തിൽ നീ ഒന്നും പറയണ്ട, നിൻ്റെ പാണ്ഡിത്യത്തിൽ നീ ഒന്നും പറയണ്ട. നിൻ്റെ നാവിൽ ഞാൻ വരച്ചു തരുന്നൊരു വചനമുണ്ട്, നിൻ്റെ ഹൃദയത്തിൽ ഞാൻ പാകിത്തരുന്നൊരു വചനമുണ്ട്. ആ വചനമാണ് നീ പറയേണ്ടത്. ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം അരുളി ചെയ്യുന്നത് പറയേണ്ടവനാണ് പ്രവാചകൻ. നമ്മിൽ അനേകം പേരും സ്വന്തം ബുദ്ധിയിൽ നിന്ന് പലതും പറയുന്നവരാണ്. സ്വന്തം ബുദ്ധിയിൽ നിന്ന്, സ്വന്തം പഠിത്തത്തിൽ നിന്ന്, സ്വന്തം ജ്ഞാനത്തിൽ നിന്ന് ഓരോ പ്രാവശ്യവും വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കൾ അനേകം പേരുടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഓരോ പ്രാവശ്യവും വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, നീ എൻ്റെ നാവിൽ വരച്ചു തരുന്നതല്ലാതെ എൻ്റെ സ്വന്തത്തിൽ നിന്നൊരക്ഷരം പോലും വരരുതേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ചു തരുന്നതല്ലാതെ
എൻ്റെ മനസ്സിൽ നീ സ്വർഗത്തിൽ നിന്ന് മുദ്രയിട്ട് തരുന്നതല്ലാതെ സ്വന്തമായൊരു ആലോചന വരരുതേ. കർത്താവേ, നീ തരുന്നതിൽ കൂട്ടാൻ പാടില്ല, നീ തരുന്നതിൽ കുറയ്ക്കാൻ പാടില്ല. നീ തരുന്നത് മുഴുവനായി ജനത്തിന് കൊടുക്കുവാൻ ഭാഗ്യം തരണമേ. ശിഷ്യന്മാർക്ക് യേശു അപ്പം ഖണ്ഡിച്ച് കൊടുത്തു, വാഴ്ത്തി കൊടുത്തു. ശിഷ്യന്മാർ ഉടനെ തന്നെ ജനത്തിന് കൊടുത്തു. അവരുടെ കയ്യിലേക്ക് യേശു കൊടുത്തതാണ് അവരെ ജനത്തിന് കൊടുത്തത്. മർക്കോസിന് ശേഷം വായിക്കുമ്പോൾ കാണാം, യേശു ശിഷ്യന്മാർക്കും ശിഷ്യന്മാർ ജനത്തിനും കൊടുത്തു. പ്രിയപ്പെട്ടവരെ, യേശു കൊടുക്കുന്നതാണ് ജനത്തിന് വിളമ്പേണ്ടത്. സ്വന്തമായിട്ട് വിളമ്പാൻ നോക്കിയാൽ സാധ്യമല്ല. അത് ജഡത്തിൻ്റെ ശുശ്രൂഷയായി പോകും. അത് പഴയ മനുഷ്യൻ്റെ ശുശ്രൂഷയായി പോകും. അത് പഴയ ജഡത്തിൻ്റെ ശുശ്രൂഷയായി പോകും. അത് ജഡത്തിൻ്റെ വ്യഗ്രതയായി പോകും. ജഡത്തിൻ്റെതല്ല ആത്മാവിൻ്റെ ശുശ്രൂഷ. ആത്മാവിൻ്റെ ശുശ്രൂഷ ആത്മാവിലായിരിക്കണം. ഏതെങ്കിലും ഒരു പുസ്തകം നോക്കി കുറച്ച് പഠിച്ച് പറയുന്നതല്ല ശുശ്രൂഷ, ആത്മാവിൻ്റെ ശുശ്രൂഷ. ഏതെങ്കിലും കുറച്ച് അറിവ് സമ്പാദിച്ച് പറയുന്നതല്ല ആത്മാവിൻ്റെ ശുശ്രൂഷ. അറിവ് സമ്പാദിക്കാം, പുസ്തകങ്ങൾ വായിക്കാം, അത് ആ അറിവുമായി നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. അത് നിങ്ങളുടെ ആന്തരാത്മാവിൽ ദഹിച്ച് ലയിച്ച് ചേരണം. നിങ്ങൾ വായിച്ച് പഠിച്ചതായ ആശയങ്ങൾ, നിങ്ങൾ പഠിച്ച് ഗ്രഹിച്ചതായ ചിന്തകൾ, ആ ആശയങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് അയവിറക്കി അതിൻ്റെ സത്ത് എന്താണ് അത് നിങ്ങൾ ഉൾക്കൊള്ളണം. എന്നിട്ട് നിങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് അത് നിങ്ങൾ ജനത്തിന് കൊടുക്കണം. അപ്പോൾ ആവശ്യമില്ലാത്ത ചപ്പിയവറുകളെല്ലാം മാറ്റാൻ പറ്റും. ആവശ്യമില്ലാതെ കിട്ടിയതായ ബുദ്ധിയുടെ പരിജ്ഞാനങ്ങളെല്ലാം മാറ്റാൻ പറ്റും. അറിവിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും പ്രകർഷങ്ങളെല്ലാം മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ആത്മാവിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. യോനാ പ്രവാചകൻ കമ്മീഷൻ ഏറ്റെടുത്തു. ഒന്ന്, ദ സെക്കൻഡ് കമ്മീഷൻ, രണ്ടാമത്തെ നിയോഗം. രണ്ടാമത്തെ കാര്യം എന്താണ്? അടുത്ത വാക്യം നമുക്ക് വായിക്കാം. രണ്ടാം വാക്യം, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളിച്ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ദൈവത്തെ അനുസരിക്കുന്നു. എവിടെ വിജയമുണ്ട്, അതിന് പിന്നിൽ അനുസരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. ദൈവം എന്നോട് നിങ്ങൾ കൽപ്പിച്ചോ, ഞാൻ അനുസരിക്കുമെന്നുള്ളതായ ഒരു സമർപ്പണം നമുക്ക് വേണം. ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കുക. മനുഷ്യരുടെ മുഖം നോക്കരുത്. മനുഷ്യൻ എന്ത് പറയുമെന്ന് ചിന്തിക്കരുത്. മനുഷ്യൻ എന്നെക്കുറിച്ച് എന്ത് നിരൂപിക്കുമെന്ന് ചിന്തിക്കരുത്. ഇതെന്ത് വിഡ്ഢിത്തമാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? നിങ്ങൾ ആലോചിക്കേണ്ട. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ആത്മാവ് തരുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പക്ഷേ മനുഷ്യർ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും ഒരുപക്ഷെ നിങ്ങളെ ആക്ഷേപിക്കുകയും ചിലപ്പോൾ നിങ്ങളെ വിലകെടുത്തുകയും ചെയ്തു വന്നേക്കാം. സാരമില്ല, നിങ്ങൾ അനുസരണമുള്ളവരായിരിക്കുക. യോന അനുസരിച്ചു, ഒബീഡിയൻസ്. ഒന്ന്, സെക്കൻഡ് കമ്മീഷൻ, രണ്ടാമത്തെ നിയോഗം. രണ്ട്, ഒബീഡിയൻസ്, അനുസരണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശില അനുസരണമാണ്. അടിസ്ഥാന കല്ല് അനുസരണമാണ്. അനുസരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വം എപ്പോഴും പൊന്തി നിന്നാൽ അവിടെ പരാജയമേ സംഭവിക്കൂ. ആരെന്നോട് പറഞ്ഞാലും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയാൽ പോലും എൻ്റെ ബുദ്ധിയിൽ ഞാൻ എടുത്തിട്ട് ഞാൻ സ്വന്തം നിലയിലേക്ക് ചിന്തിച്ച് അത് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ അവിടെ പരാജയമായിരിക്കും. ദൈവം പ്രസാദിക്കുകയില്ല. എൻ്റെ ബുദ്ധി താഴെ വയ്ക്കുന്നു, എൻ്റെ അറിവ് താഴെ വയ്ക്കുന്നു, എൻ്റെ പഠിപ്പ് താഴെ വയ്ക്കുന്നു, എൻ്റെ ചിന്തകൾ താഴെ വയ്ക്കുന്നു, എല്ലാം കുരിശിൻ ചുവട്ടിൽ അടിയറ വയ്ക്കുന്നു. അവിടെ കുരിശിൽ കൂടി ഒഴുകി വരുന്ന ആ തിരുവിലാവിലെ തിരുരക്തം ഈ അറിവിലും എൻ്റെ ധാരണയിലും എൻ്റെ ശരീരം വന്ന് വീണ് അത് മരിപ്പിച്ചിട്ട് ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ പുതിയ ആത്മാവിന് ചിന്തകൾ തമ്മിൽ വരണം. പരിശുദ്ധാത്മാവിന് ചിന്തകൾ വരണം. അപ്പോൾ ഒരു ക്രൂശീകരണവും ഒരു ഉയർത്തെഴുന്നേൽപ്പും നടക്കണം. ക്രൂശീകരണം, ഒരു ശവമടക്കൽ, ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അത് മൂന്നും നടക്കണം. അപ്പോഴാണ് അത് ആത്മാവിന് ശുശ്രൂഷയായിത്തീരുന്നത്. അനുസരണം, പൂർണ്ണമായി അനുസരിക്കുന്നു, കണ്ണുമടച്ച് അനുസരിക്കുന്നു, ഒന്നും ചിന്തിക്കുന്നില്ല. പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു ശൗൽ രാജാവിനെ കാണുന്നുണ്ട്. ശൗൽ രാജാവിൻ്റെ പരാജയം എന്തായിരുന്നു? ശൗൽ രാജാവ് വ്യഭിചാരം ചെയ്തതായി കാണുന്നില്ല. ശൗൽ രാജാവ് മനഃപൂർവ്വം ആരെങ്കിലും വകവരുത്താൻ കൊലപാതകം നടത്തിയതായി കാണുന്നില്ല. ശൗൽ രാജാവ് ആ പുറമേ പ്രകടമായ പാപമെന്ന് മനുഷ്യർ പറയുന്നതായ പ്രകടമായ ഹീനപാപങ്ങൾ ഒന്നും ചെയ്തതായി നാം തിരുവചനത്തിൽ കാണുന്നില്ല. എന്നാൽ ദാവീദാകട്ടെ, ദാവീദ് പ്രകടമായ പല പാപങ്ങളും ചെയ്തവനാണ്. ദാവീദ് പ്രകടമായി വ്യഭിചാരം ചെയ്തു. ദാവീദ് ഊരിയാവിനെ കൊല്ലിച്ചു.
ദാവീദ് മദ്യപാനം ചെയ്യിച്ചു. ദാവീദ് ഏറ്റവും ഹീനമായി പ്രവർത്തിച്ചു. ദൈവം ദാവീദിൻ്റെ പാപം ക്ഷമിച്ചു കൊടുത്തു, ശൗലിൻ്റെ പാപം ക്ഷമിച്ചു കൊടുത്തില്ല. ശൗലിന് പറ്റിയ തെറ്റെന്താണ്? ശൗൽ അനുസരണക്കേട് കാണിച്ചു. എന്തായിരുന്നു ശൗലിൻ്റെ അനുസരണക്കേട്? ശൗലിനോട് പറഞ്ഞു, ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ദൈവത്തിൻ്റെ അരുളപ്പാട് നിനക്ക് തരികയാണ്, നീ അമാലേക്യരെ സമൂലം സംഹരിച്ച് കളക, അമാലേക്യരിൽ ആരെയും ബാക്കി വെച്ചേക്കരുത്. അതാണ് ദൈവം പറഞ്ഞത്. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാം, അമാലേക്യരെ ആരെയും വെച്ചേക്കരുത്, എല്ലാവരും ഉന്മൂലനം ചെയ്യണം, കാളകളെയും ആടുകളെയും എല്ലാം കൊന്നുകളയണം, ഒന്നും ബാക്കി വെച്ചേക്കരുത്, ഒരമാലേക്യനെ പോലും വെച്ചേക്കരുത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ശൗൽ രാജാവ് എന്ത് ചെയ്തു? അമാലേക്യ രാജാവായ ആഗാഗിനെ അവൻ കൊല്ലാതെ ജീവനോടെ രക്ഷിച്ചു. ശൗലിന് ന്യായമുണ്ട്. ആഗാഗിനെ കൊല്ലേണ്ട കാര്യമില്ല, രാജാവല്ലേ. ദൈവം കൽപ്പിച്ചതനുസരിച്ചല്ലോ എല്ലാ അമാലേക്യരെയും കൊന്നല്ലോ. ശൗൽ രാജാവിൻ്റെ വാളേറ്റ് അദ്ദേഹത്തെ കൊല്ലാതെ അദ്ദേഹത്തെ ശമൂവേൽ പ്രവാചകൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ശമൂവേൽ പ്രവാചകൻ ഈ രാജാവിനോട്, ആഗാഗിനോട് വളരെ കരുത്തോടെ സംസാരിക്കാമല്ലോ. പല ന്യായങ്ങളാണ് ശൗലിൻ്റെ ഉള്ളിലുള്ളത്. അതുപോലെ തന്നെ ആടുകളെയും കാളകളെയും മൃഗങ്ങളെയും കൊല്ലണമെന്ന് കൽപ്പിച്ചു. എല്ലാം ഉന്മൂലനം ചെയ്യണമെന്നാണ് പറഞ്ഞത്, വേരോടെ മുടിച്ച് കളയണമെന്നാണ് പറഞ്ഞത്. അതിൽ ഉരത്തതും മുഴുത്തതും കെൽപ്പുള്ളതും നല്ല ആരോഗ്യമുള്ളതുമായ മൃഗങ്ങളെ രക്ഷിച്ചു, ആടുകളെ രക്ഷിച്ചു. അതിനും ശൗലിന് ന്യായമുണ്ട്, സ്വന്തം ന്യായമാണ്. എന്താണ് ന്യായം? ഈ ആടുകളെ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ ശമൂവേൽ പ്രവാചകൻ ചോദിച്ചു, ഈ കാളകളുടെ മുഖ്ര എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ആടുകളുടെ കരച്ചിൽ എന്താണ് ഈ കേൾക്കുന്നത്? ശമൂവേൽ ചോദിച്ചു. ഉടനെ ശൗൽ പറയുകയാണ്, അത് നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഉരത്തതും മുഴുത്തതും കൊഴുത്തതും ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ശമൂവേൽ പ്രവാചകൻ വളരെ കരുത്തോടെ പറയുന്നുണ്ട്, യഹോവയ്ക്ക് യാഗം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവം പറഞ്ഞ് അതേപടി അനുസരിക്കുന്നതാണ്. അനുസരണം ബലിയേക്കാൾ നല്ലത്, ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത് എന്ന് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു. സഹോദരങ്ങളെ, സ്വന്തം ബുദ്ധി കലർത്തരുത്. അനുസരണക്കേടെന്നൊരൊറ്റ പാവം കൊണ്ട് ശൗൽ രാജാവ് രാജസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു, ചക്രവർത്തി കിരീടം തെറിച്ചുപോയി. ഓർക്കുക സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകുക. ഒന്നും ചോദ്യം ചെയ്യേണ്ട, ഒന്നും ചിന്തിക്കേണ്ട, ഒന്നും ബുദ്ധിയിൽ പര്യാലോചിക്കേണ്ട, ഒന്നും ബുദ്ധിയിലെടുത്ത് വിശകലനം ചെയ്യേണ്ട. കർത്താവിൻ്റെ വചനമുണ്ടോ അത് ഞാൻ അനുസരിക്കുക തന്നെ ചെയ്യും. ആദ്യ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പ്രാരംഭം അനുസരണക്കേടിലാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരുന്നതാണ്. അവിടെ മുതൽ ഇന്നയോളം മനുഷ്യജാതി തകരുന്നത് വചനമനുസരിക്കാത്തത് ആ ഒരൊറ്റ പാപം കൊണ്ടാണ്. അതിൽ നിന്നാണ് മറ്റ് പാപങ്ങളെല്ലാം ഉത്ഭൂതമാകുന്നത്. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് ഗൗരവമായി ഞാൻ പറയട്ടെ, നിങ്ങൾ അനുസരണമുള്ളവരായിരിപ്പീൻ. യോനാ പ്രവാചകൻ അനുസരിച്ചു, പുറപ്പെട്ടു. 1 സെക്കൻഡ് കമ്മീഷൻ, 2ാമത്തെ നിയോഗം. 2 ഒബീഡിയൻസ്, അനുസരണം. നമുക്ക് വായിക്കാം, തുടർന്ന് വായിക്കാം. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായൊരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. പ്രൊക്ലമേഷൻ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചു. അവിടെ ദൈവം കൽപ്പിച്ചതേ പറഞ്ഞുള്ളൂ. നിങ്ങൾ അനുദപിച്ചാൽ രക്ഷ കിട്ടിയേക്കും എന്ന് പറഞ്ഞില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ദൈവം നിങ്ങളുടെ മേലുള്ള ശിക്ഷ മാറ്റിക്കളയുമെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയാൻ ദൈവം ഏൽപ്പിച്ചില്ല. 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. തീർന്നു, പ്രസംഗം തീർന്നു. ഇത് തന്നെ പ്രഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ, ദൈവത്തിൻ്റെ വചനം പ്രൊക്ലെയിം ചെയ്തു, ദൈവത്തിൻ്റെ വചനം ഘോഷിച്ചു. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവത്തിൻ്റെ വചനം ഘോഷിക്കാൻ നമുക്ക് സാധിക്കുമോ? ജീവിതത്തിൽ കൂടി ഘോഷിക്കട്ടെ, നാവിൽ ശബ്ദത്തിൽ കൂടെ ഘോഷിക്കട്ടെ, ഹൃദയത്തിൽ നിങ്ങളുടെ നിരൂപണങ്ങളിൽ കൂടെ ഘോഷിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുന്നവരായി തീരുക. നിങ്ങളുടെ ജീവിതം തന്നെ മാതൃകയായി തീരുക. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് അത് ഭാഗ്യമല്ലേ പ്രിയപ്പെട്ടവരെ? ക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കുന്നത് ഭാഗ്യമല്ലേ? ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്നത് ഭാഗ്യമല്ലേ? തന്നെത്താൻ നമുക്ക് വേണ്ടി സൗരഭ്യവാസനയായി അർപ്പണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ വചനം പ്രസ്താവിക്കാൻ നിങ്ങൾ ഇറങ്ങുക. അവൻ്റെ വചനം പ്രഘോഷിക്കാൻ നിങ്ങൾ ഇറങ്ങുക. അവൻ്റെ വേലക്കാരാകാൻ നിങ്ങൾ ഇറങ്ങുക. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുക. നന്മ സുവിശേഷിക്കുന്ന കാലത്ര മനോഹരം. പർവ്വതങ്ങളിൽ മേൽ സുവാർത്താദൂതിയായി നന്മ സുവിശേഷിക്കുന്ന കാല് എത്ര മനോഹരം. ദൈവത്തിൻ്റെ വചനം പറയുക,
ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുക. ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ അവലംബിക്കുക, ഹൃദയത്തിൽ അത് സ്വീകരിക്കുക, ഹൃദയത്തിൽ അത് പ്രതിബിംബിക്കുക. ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ വചനത്താൽ പ്രദീപ്തമാകുക. ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ വചനത്താൽ പ്രശോഭിതമാകുക. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ നാവിൽ കൂടെയും ഭാഷയിൽ കൂടെയും ശബ്ദത്തിൽ കൂടെയും പ്രവർത്തന സരണികളിൽ കൂടെയും ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നവരായി തീരുക. ദൈവത്തിൻ്റെ വചനം ഉദ്ഘോഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ നാളതുവരെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു ബോധ്യമില്ലാതിരിക്കുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല, എനിക്ക് കർത്താവിന് വേല ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് കർത്താവിന് വേണ്ടി ഒന്നും ചെലവഴിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ സമയം ഞാൻ കർത്താവിന് വേണ്ടി ചെലവഴിച്ചില്ല, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെറുവിരൽ പോലും ഞാൻ അനക്കിയില്ല. അങ്ങനെയുള്ള കുറ്റബോധം നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ദൈവസന്നിധിയിൽ പുതിയ തീരുമാനമെടുക്കാം. എൻ്റെ കർത്താവേ, നീ എനിക്കൊരു സെക്കൻഡ് കമ്മീഷൻ തരികയാണ്. കർത്താവേ, ഞാൻ നിന്നെ അനുസരിക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ നിൻ്റെ വചനം ഉദ്ഘോഷിക്കും. എന്നാലാകുന്നത് പോലെ, എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ ഞാൻ നിൻ്റെ വേല ചെയ്തു കൊള്ളാം, നിൻ്റെ വേലക്കാരായി നിന്നുകൊള്ളാം, നിൻ്റെ വേലക്കാരായി നിന്നുകൊള്ളാം. അതാണ് നിത്യത്തിലേക്കുള്ള മുതൽക്കൂട്ട്. എല്ലാം മാറിപ്പോകും സ്നേഹിതരെ, എല്ലാം വിട്ടുപോകും. നമ്മുടെ സമ്പത്തും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ ബന്ധപ്പെട്ടവരും നമ്മുടെ പ്രിയപ്പെട്ടവരും എല്ലാം മാറി നിൽക്കും. ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ മരണത്തോട് സമീപിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ആർക്കും സഹായിക്കാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് കൈയേൽക്കാൻ നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിക്കാം. കർത്താവേ, ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. യേശുവേ, എൻ്റെ ശക്തി ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ വിദ്യാഭ്യാസം നിനക്ക് തരുന്നു, എൻ്റെ ആരോഗ്യം നിനക്ക് തരുന്നു, എൻ്റെ ആയുസ് നിനക്ക് തരുന്നു, എൻ്റെ സമ്പത്ത് നിനക്ക് തരുന്നു, എൻ്റെ കുടുംബം നിനക്ക് തരുന്നു, എന്നെയും എനിക്കുള്ളതിനെയും യേശുനാഥ അതിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് സമർപ്പിക്കാൻ തോന്നുന്നുണ്ടോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടോ? എന്നെ തന്നെ സമ്പൂർണ്ണമായി നാഥ ഞാൻ നിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൊടുക്കുവീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ വേല ചെയ്യാൻ ഞങ്ങളെ അവിടുന്ന് ആഹ്വാനം ചെയ്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ വേലക്കാരാകാനുള്ള പദവി ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ തിരുവചനം അനുസരിച്ച്, നിൻ്റെ വചനം കേട്ട്, നിൻ്റെ വചനപ്രകാരം ജീവിച്ച്, നിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിബിംബിച്ച് നിൻ്റെ വേലക്കാരായി പ്രശോഭിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും തിരുരക്തത്താൽ മുദ്ര അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ കർത്താവേ. എല്ലാവരെയും കൃപയിൽ പൊതിയണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.